പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ലൈഫ് സപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് മാത്രം സംസാരിക്കുന്നവരെക്കുറിച്ചും അങ്ങനെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ്. ഒരു പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ടല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. ഒരു പക്ഷേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇതുപോലെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ കേട്ടോ എന്നുകൂടി നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ടല്ലേ. ഇങ്ങനെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരെ ഗ്രാമത്തിലൊക്കെ മിണ്ടാപ്പൂച്ചയെന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവരെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഗുഡ് ഹാർട്ട്. ഇവരെ നമുക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ കുറച്ച് മാത്രം സംസാരിക്കുന്നവർക്ക് നല്ലൊരു സുഹൃത്തായിരിക്കാനും സാധിക്കും. അടുത്തായിട്ട് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ സെൻസിബിൾ. ഇങ്ങനെ കുറച്ച് മാത്രം സംസാരിക്കുന്നവർ വളരെ ബുദ്ധിയുള്ളവരായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് സംസാരിക്കുന്നവരെ ആദ്യം കേൾക്കുകയും പിന്നീട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നവരായിരിക്കും. മിക്ക ആളുകളും ഓപ്പോസിറ്റുള്ളയാൾ തങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകാറില്ല അല്ലേ. അതൊരു ബാഡ് ക്വാളിറ്റിയാണ്. നമ്മളോട് ഒരാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു സാവകാശം നമുക്കുണ്ടാകണം അല്ലേ. നിങ്ങളോട് ഒരാൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അയാളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങിയാൽ അയാൾ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കും. അടുത്തത് ഗുഡ് പേഷ്യൻസ്. ഇവർക്ക് നന്നായി ക്ഷമിക്കാൻ കഴിയും. സാധാരണയായ അക്ഷമരായിട്ടുള്ള ആളുകൾ അവരൊന്ന് പരാജയപ്പെടുമ്പോൾ അതിൽ ദേഷ്യം പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കും. എന്നാൽ ഈ ലെസ് ടോക്കേഴ്സ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പരാജയം നേരിട്ടാൽ പോലും അതിൽ നിന്നും ക്ഷമയോട് മുന്നോട്ട് പോവുകയും വീണ്ടും ആ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യും. കൂടുതൽ സംസാരിക്കുന്നവർ അതിനു വേണ്ടി പ്രാധാന്യം കൊടുക്കും. അങ്ങനെ സംസാരത്തിനായി അവരുടെ വിലപ്പെട്ട സമയം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. എന്നാൽ ഈ ലെസ് ടോക്കേഴ്സ് പ്രവർത്തികൾക്ക് പ്രാധാന്യം നൽകി അവർ മുന്നോട്ട് പോകുന്നതിനാൽ അവർക്ക് വിജയങ്ങൾ നേടാനും എളുപ്പത്തിൽ കഴിയുന്നു. അടുത്തത് ഫോക്കസ്. ലെസ് ടോക്കേഴ്സ് വളരെ ഫോക്കസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും ഈ ലെസ് ടോക്കേഴ്സ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അവർ വളരെ ഫോക്കസ്ഡ് ആണല്ലോ. അപ്പം ഒരാൾക്ക് തന്നെ ക്രിയേറ്റിവിറ്റി അതിൻ്റെ പൂർണ്ണ തലത്തിൽ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ താൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം പരിപൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കണം അല്ലേ. കുറച്ച് മാത്രം സംസാരിക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ട് പറ്റും. അവർ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. കൂടുതൽ സംസാരിക്കുന്നവർക്ക് ഫോക്കസ് വളരെ കുറവായിരിക്കും. അടുത്തായിട്ട് ദേ ആർ ഇൻ്റലിജൻറ്റ്. ഇങ്ങനെ കുറച്ച് മാത്രം സംസാരിക്കുന്നവർ പൊതുവേ നല്ല നോളജ് ഉള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അവർ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കും. എന്നാൽ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും ഇവർക്ക് കഴിയാറുണ്ട്. ഇതിൻ്റെ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഭാഷണ വേളയിൽ താൻ അധികം സംസാരിച്ചു അല്ലെങ്കിൽ അത്രയും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കുറ്റബോധങ്ങളൊന്നും ആ സംഭാഷണം കഴിഞ്ഞ ശേഷം ഈ ലെസ് ടോക്കേഴ്സിന് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത് നെവർ അഫ്രൈഡ് ടു ബി എലോൺ. ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒരു പേടിയില്ല. അങ്ങനെ കുറച്ച് സമയം കിട്ടിയാൽ അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആ സമയത്തായിരിക്കും ഇവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്നവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അവർക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണമെന്ന് വല്ലാതെ ആഗ്രഹിക്കും. അങ്ങനെ ഇവർ ഒന്നുകിലായി ഇരിക്കുന്നിടത്തു നിന്ന് ആരെങ്കിലുമൊക്കെ തേടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ആളുകളെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ മതി, കിട്ടിയാൽ മതി, അവരോടിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ചിലപ്പോൾ ഒരർത്ഥവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും, എങ്കിലും ഇവരിങ്ങനെ സംസാരിച്ച് നടക്കും. എന്നാൽ ലെസ് ടോക്കേഴ്സ് ഈ ഒരു സമയം അവരുടെ ലൈഫിൽ കൂടുതൽ പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ അവരവരുടെ സ്കിൽസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദേ ഡോണ്ട് വേസ്റ്റ് ദെയർ ടൈം. ഈ ലെസ് ടോക്കേഴ്സിൽ കൂടുതൽ ആൾക്കാരും സമയത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുന്നവർ സംസാരിച്ച് സംസാരത്തിനൊടുവിൽ പല സാഹചര്യങ്ങളിലും വ്യക്തികളുമായി തർക്കത്തിലൊക്കെ ഏർപ്പെടേണ്ടതായി വരാറുണ്ട്. പക്ഷേ ഈ ലെസ് ടോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവാറില്ല. സമയത്തിൻ്റെ വില തിരിച്ചറിയുന്ന ലെസ് ടോക്കേഴ്സ് ഈ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒന്നും നടത്താതെ തന്നെ അവരെ പ്രവർത്തികളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ അവരുടെ വ്യക്തിബന്ധങ്ങളും നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മോശമാകാനിടയുണ്ട്. കാരണം ഒരുപാട് സംസാരിച്ച് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരുന്നതുകൊണ്ട്.
അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ സംസാരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരോടോ സുഹൃത്തുക്കളോടോ ഒക്കെ മാത്രമായിരിക്കില്ല. അതുപോലെ ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടോ ക്യാഷ്വലായിട്ടോ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാവരോടും സംസാരിക്കാനും കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹപ്രവർത്തകരുമായി സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില പ്രൊഫഷണലുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഒരു പക്ഷേ അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസം വരാം, വിയോജിപ്പുണ്ടായെന്ന് വരാം. ചില സമയത്ത് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ തർക്കത്തിലേക്ക് കടന്നെന്നും വരാം. ആ സമയത്ത് ആ സംഭാഷണം അവിടെ വെച്ച് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാതെ ഇരിക്കും. ഒപ്പം നമ്മുടെ മാനസികാവസ്ഥ സംരക്ഷിക്കാൻ പറ്റും, നമ്മുടെ എനർജി വേസ്റ്റ് ആകാതെ ഇരിക്കും. അതുപോലെ അവരോട് കുറച്ച് സംസാരിച്ചുകൊണ്ട് കൂടുതൽ കേൾക്കാൻ തയ്യാറായാൽ അവരെങ്ങനെയാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനും ഒപ്പം മറ്റുള്ളവരെ കൂടുതൽ കേൾക്കാനും അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. അടുത്തത്, വെൻ യു ഡു സ്പീക്ക് പീപ്പിൾ വിൽ ലിസൺ. വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്ന ഒരാൾ അതിന് തയ്യാറാകുമ്പോൾ മറ്റുള്ളവർ അത് കേൾക്കാനും ഒരു ആകാംക്ഷയോടെ റെഡിയാവും. എപ്പോഴും സംസാരിക്കുന്നവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ചില ആളുകൾ പറയും, ഓ തുടങ്ങി, ഇനി ഒരു പെരുമഴക്കാലമായിരിക്കും, നിർത്തില്ല എന്നൊക്കെ. എപ്പോഴും സംസാരിക്കുന്നവരെ, കൂടുതൽ സംസാരിക്കുന്നവരെ മറ്റാളുകൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവരെ കാണുമ്പോഴേ പരിചയക്കാരൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ, അയ്യോ ദാ വരുന്നുണ്ട്, ഇനിയിപ്പോൾ കിട്ടിയ വിടത്തിൽ സംസാരിച്ച് നിൽക്കും, എനിക്ക് വീട്ടിൽ പോയിട്ട് ഒത്തിരി ജോലി ചെയ്ത് തീർക്കാനുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ എനിക്കങ്ങ് ചെല്ലണം, അവർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഇവിടെ സംസാരിച്ച് നിന്ന് എൻ്റെ സമയം മൊത്തം പോവും. അപ്പോൾ ഇങ്ങനെ വ്യക്തിബന്ധങ്ങളും നിങ്ങളുടെ അടുത്തുനിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരെ എപ്പോഴും ആൾക്കാർക്കൊരു ഇഷ്ടവും അംഗീകാരവും ഒക്കെ ഉണ്ടാവും. സംഭാഷണത്തിൽ അംഗീകാരവും ആകർഷകത്വവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റേയാൾ ശ്രദ്ധയോടെ കേട്ട ശേഷം മറുപടി പറയുമ്പോഴാണ്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളവും ദൃഢവുമൊക്കെ ആക്കാൻ സാധിക്കും. അടുത്തത്, യു ക്യാൻ കീപ് ദ കോൺവെർസേഷൻ ഗോയിങ്. ചില സമയത്ത് ആളുകൾക്കിടയിൽ എല്ലാം അങ്ങ് സംസാരിച്ച് തീർന്ന പോലെ തോന്നും, ഇനിയൊന്നും പറയാനില്ലാത്തൊരവസ്ഥ. അതൊരു പക്ഷേ രണ്ടുപേരും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയതെങ്കിലും ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതിന് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ സംസാരിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ സംസാരിക്കാൻ അനുവദിക്കുക, നിങ്ങളത് കേൾക്കുക. അതിനുശേഷം അവർ പറയുന്നതിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിച്ചും അതിനുള്ള ആൻസർ കേട്ടും ആ സംഭാഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. എന്നാൽ ഒരുപാട് സംസാരിക്കാതെ ഇരിക്കാനുള്ള ഒരു ശീലവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം തന്നെ ആവശ്യമുള്ളിടത്ത് നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനും നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഇവിടെ കേട്ട ഈ ഒരു 10 കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാര ശൈലിയെ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ അതുവഴി കൂടുതൽ മെച്ചപ്പെടുത്തി നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ സമയത്തെ കൂടുതൽ മൂല്യത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇനിയും കുറച്ച് സംസാരിക്കുന്നവരിലായാലും കൂടുതൽ സംസാരിക്കുന്നവരിലായാലും മടിയന്മാരുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാൻ പ്രയാസം തന്നെയായിരിക്കും.